ശ്രീലങ്കയിലെ സാമ്പത്തിക മാന്ദ്യം കാരണം ജീവിക്കാൻ വഴിയില്ലാതെ ദാസും ഭാര്യയായ വസന്തിയും മക്കളും കടൽമാർഗം വഴി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നു. ഇന്ത്യയിലെത്തുമ്പോൾ തന്നെ അവർ പോലീസിന്റെ പിടിയിലാകുന്നു. എന്നാൽ ഇളയ മകൻ പോലീസുകാരുടെ കള്ളം പറഞ്ഞ് അതിൽ നിന്ന് ഊരിപ്പോരുന്നു. ദാസിന്റെ ഭാര്യ വസന്തിയുടെ സഹോദരൻ പ്രകാശിന്റെ സഹായത്തോടെ അവർ ചെന്നൈയിലെ കോളനിയിൽ ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ വീടിന്റെ മുകളിലത്തെ നിലയിൽ വാടകയ്ക്ക് താമസമാകുന്നു. തങ്ങളുടെ ശ്രീലങ്കൻ തമിഴ് ശൈലി മറ്റുള്ളവർ തിരിച്ചറിയാതിരിക്കാൻ കേരളത്തിൽ നിന്നാണെന്ന് അവർ മറ്റുള്ളവരോട് കള്ളം പറയുന്നു. അവിടെ എത്തിയ ദാസും കുടുംബവും തങ്ങളുടെ സ്നേഹപൂർണമായ പെരുമാറ്റം കൊണ്ട് കോളനിയിലെ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി മാറുന്നു. ദാസിന്റെ മൂത്ത മകൻ നിധു വീട്ടുടമസ്ഥനായ ഇൻസ്പെക്ടറുടെ മകൾ കുരലിനെ അവളുടെ കാമുകന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. തുടർന്ന് ഇവർ തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്യുന്നു. ദാസ് റിച്ചാർഡ് എന്ന ആളുടെ അടുത്ത് ഡ്രൈവറായി ജോലിക്ക് കയറുകയും ഒരാഴ്ചത്തെ ട്രയലിന് ശേഷം ദാസിന്റെ സത്യസന്ധത മനസ്സിലാക്കിയ റിച്ചാർഡ് അയാൾക്ക് ആ ജോലി സ്ഥിരമാക്കി നൽകുന്നു. ഇതിനിടയിൽ രാമേശ്വരത്ത് ദാസിന്റെ കുടുംബം മാലിന്യം തള്ളിയ കുപ്പത്തോട്ടിൽ ഒരു ബോംബ് സ്ഫോടനം നടക്കുന്നു. നുഴഞ്ഞു കയറിയ ശ്രീലങ്കൻ കുടുംബത്തിന്റെ പണിയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ SP സംശയിക്കുന്നു. ഇതേ സമയം കോളനിയിൽ അയൽപ്പക്കത്തെ പാട്ടി മരിക്കുമ്പോൾ അവിടുത്തെ ചടങ്ങുകൾക്ക് ആരുമില്ലാതെ വരുന്ന അവസരത്തിൽ ദാസ് കോളനിയിലെ എല്ലാവരെയും വിളിച്ചുകൂട്ടി സഹായം നൽകുന്നു. ഇതോടെ ദാസും കുടുംബവും കോളനിയുള്ളവർക്ക് വളരെ വേണ്ടപ്പെട്ടവരായി മാറുന്നു. ബോംബ് സ്ഫോടനത്തിലെ തീവ്രവാദികളാണ് സംശയിച്ച് SP-യും പോലീസ് സംഘവും കോളനിയിൽ എത്തുന്നു. പോലീസുകാർ വിവരങ്ങൾ ചോദിച്ചറിയുകയും ഓരോ വീടുകൾ കയറിയിറങ്ങി പരിശോധിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദാസിനോടുള്ള സ്നേഹം കാരണം ആ കോളനിയുള്ള മുഴുവൻ ആളുകളും പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനായി ശ്രീലങ്കൻ തമിഴ് ശൈലി സംസാരിക്കാൻ തുടങ്ങുന്നു. ഇതോടെ യഥാർത്ഥ ശ്രീലങ്കൻ കുടുംബം ആരാണെന്ന് SP-ക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നു. അങ്ങനെ അവർ അവിടെ സുഖമായി ജീവിക്കുന്നു.